മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഏറ്റവും അധികം പ്രഭാഷണത്തിന് പോയത് ഏത് സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടികൾക്കാണെന്ന് ചോദിച്ചാൽ SNDP സംഘടിപ്പിച്ച പരിപാടികൾക്കാണ്. ഈ അടുത്ത കാലത്ത് മിനിഞ്ഞാന്ന് വൈകുന്നേരം പത്തനംതിട്ട SNDP യൂണിയനിൽ പോയി. അതിൻ്റെ മുമ്പിലത്തെ ദിവസം വെളമക്കര എറണാകുളത്ത് പോയി. അതിൻ്റെ മുമ്പിലത്തെ ദിവസം പറവൂര്, കുറേ സ്ഥലങ്ങളിൽ പോയി. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് SNDP ശാഖകളിലെ ക്ലാസ് എടുക്കാൻ നിരന്തരം പോവാറുണ്ട്. ഇവിടെയൊക്കെ ക്ലാസ് എടുക്കാറുള്ളത് നാരായണ ഗുരുദേവന്റെ വീക്ഷണങ്ങൾ. ചെമ്പഴന്തിയിൽ കുറേ കാലം ക്ലാസ് എടുത്തിരുന്നു, ഓരോ ആഴ്ചയിലും ക്ലാസ് എടുത്തിരുന്നു. ഇവിടെ നാരായണ ഗുരുദേവന്റെ വീക്ഷണങ്ങളാണ് കൊടുക്കാറുള്ളത്. ഇപ്പോ ഒരു മാസമായിട്ട് ശരിക്കും അടിമുടി ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള ക്ലാസ്, നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്, മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സർവ്വചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള ആചാരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് 2 മണിക്കൂർ ക്ലാസ്സാണ്. ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്, പുരാണങ്ങള്, മഹാഭാരതം, രാമായണം, വേദങ്ങള്, ഉപനിഷത്തുകളെ കുറിച്ചുള്ള ക്ലാസ്. എറണാകുളത്തെടുത്തത് ഈ നക്ഷത്രപ്പൊരുത്തം നോക്കി വിവാഹം നടത്തുന്ന അതിനെക്കുറിച്ചുള്ള അബദ്ധജടിലമായിട്ടുള്ള ധാരണകളെ കുറിച്ചിട്ടാണ്. ഒരു കുടുംബസംഘമായിരുന്നു. വർക്കിംഗ് ഡേ ഉച്ചയ്ക്ക് എത്ര പേരാ അവിടെ വന്നിരുന്നത് അറിയോ? എത്ര പേരാ വന്നിരുന്നത്? ചിന്തിക്കാനേ പറ്റണില്ല. അതേപോലെ മിനിഞ്ഞാന്ന് പത്തനംതിട്ട SNDP യൂണിയനിലെടുത്തപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പറഞ്ഞു, സാറേ കഴിഞ്ഞ പ്രാവശ്യം കങ്ങഴ ഹിന്ദുമത സമ്മേളനത്തിലും ഇവിടുത്തെ പത്തനംതിട്ട SNDP യൂണിയനിലും സാറെടുത്തത് 20 പോയിന്റുകളായിരുന്നു. ഇപ്പോഴും അതേപോലെ പ്രിന്റഡ് നോട്ട് ക്ലാസ് കൊടുത്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അതെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ 20 പോയിന്റിൽ 15 പോയിന്റാണ് പഠിക്കാൻ സാർ പറഞ്ഞിരുന്നത്. അതെല്ലാവർക്കും അറിയാം. അത് തന്നെ സാർ ആവർത്തിക്കില്ലല്ലോ. ആ വരിയുടെ ധന്യത നോക്കുക. പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് ക്ലാസ് എടുത്ത 15 പോയിന്റ് പഠിക്കണമെന്ന് പറഞ്ഞത് അവർ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി പറയാം. അവരുടെ മറ്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ക്ലാസ്സിലേക്കായിരുന്നു നേരിട്ട് ആശംസാ പ്രസംഗമൊക്കെ മാറ്റിവെച്ചവര്. ഞാൻ ഇപ്രാവശ്യത്തെ പ്രിന്റഡ് നോട്ട് കൈ കൊടുത്ത ക്ഷേത്രാചാരങ്ങളെ കുറിച്ചാണ് കൊടുത്തത്. ശരിക്ക് ഒരു 50% ഈ റബ്ബർ വെട്ട് തൊഴിലാളികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് അവർ പറയുകയുണ്ടായി. അവരൊക്കെ 10, 30, 40 കിലോമീറ്റർ ദൂരെ നിന്ന് വണ്ടിയിൽ വന്നവരാണ്. വണ്ടി അയച്ചു വരുത്തിയവരാണ്. അവരെല്ലാം അന്നദാനമൊന്നുമില്ല, ചായ കാപ്പി വടയൊന്നുമില്ല. ഒരു കട്ടൻ കാപ്പി മാത്രം ഉണ്ടായിരുന്നു, ചുക്ക് കാപ്പി. അത് മാത്രം കൊടുത്ത് അത് കഴിഞ്ഞ് രാത്രി 9 മണിയായി എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഒരാൾ കോട്ടുവായിട്ടില്ല, ഒരാൾ വാച്ച് നോക്കിയില്ല. 90% പേരുടെ കയ്യിൽ വാച്ചില്ല. ഞാൻ പറഞ്ഞത്, ഒരു സമുദായ സംഘടനയിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് ഉറപ്പിച്ചു പറയുകയും അത് പകർത്തുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കാം. ഇപ്പൊ എവിടെ ക്ലാസ് എടുക്കുമ്പോഴും പ്രിന്റഡ് നോട്ട് കൈ കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കാം. അപ്പൊ ഇത് കേൾക്കാനും പഠിക്കാനും ആദ്യമൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഈ നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് വിവരിക്കുമ്പോഴത്തേക്ക് ഇവർ ശ്രദ്ധിക്കുമെന്ന്. ഇപ്പൊ ടെലിഫോണിലൂടെ വിളിച്ച് ചോദിക്കുന്നത്, സാറേ നോട്ട് കൊടുത്തിട്ടാണോ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ഏത് നോട്ടാണ്? ഈ നോട്ട് കൊടുക്കുമ്പോൾ നോട്ടിന് നമ്പർ ഉണ്ട്, 1, 2, 3, 4, 5. ഇപ്പൊ 2, 3 ഞങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. 4, 1 ആണെങ്കിൽ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് വരെ പറയുന്ന ലെവല്. അപ്പൊ ഞാൻ എല്ലാ പ്രഭാഷകരോടും പറയുന്നു, നിങ്ങൾ 1 മണിക്കൂറോ 1.25 മണിക്കൂറോ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ പോലെ ഒരു പുസ്തകമല്ല നമുക്കുള്ളത്, ക്രിസ്ത്യാനികളെ പോലെ ഒരു പുസ്തകമല്ല ഉള്ളത്, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയുമല്ല നമുക്കുള്ളത്. അള്ളാഹു അത് ചെയ്തു, അള്ളാഹു ഇത് ചെയ്തു, അള്ളാഹു ഇത് ചെയ്തു, യഹോവ നല്ലവനാണെന്ന് ഇങ്ങനെ പറഞ്ഞ് യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്, നീ പാപിയാണ്, ഇങ്ങനെ പറയുന്നതല്ല. നമ്മുടെ പുരാണങ്ങളിലെ കാര്യങ്ങൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിളായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് പ്രിന്റഡ് നോട്ട് ബോക്സിൽ എഴുതി
പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി അഡോപ്റ്റ് ചെയ്താൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവില്ലായ്മ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. തൃക്കൊടിത്താനം അമ്പലത്തിലെ ഒരു പകുതി ഗ്രൗണ്ട് ആൾക്കാർ വർക്കിംഗ് ഡേ ഉച്ചയ്ക്ക് 2 മണിക്ക് 2:30 മണിക്ക്. ഞാൻ എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. വർക്കിംഗ് ഡേയിലൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് 2 മണിക്കൂർ പ്രഭാഷണം കേൾക്കാനായിട്ട് ആൾക്കാർ വന്നിരിക്കാനുള്ള ഒരു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് എന്തോ നാടകമോ ഗാനമേളയോ എന്തോ ഉണ്ടായിരുന്നു. 5 പേരാ ഉണ്ടായിരുന്നത് ഇത് കേൾക്കാൻ, ആ ഗാനമേള കേൾക്കാനും മറ്റുള്ളതിനും. ഇവിടെ ആവുമ്പോൾ 10, 400, 500 പേരുണ്ട്. ജസ്റ്റ് അവിടെ കണ്ടത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പൈതൃകം പഠിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന 10,000-കണക്കിന് വ്യക്തികൾക്ക് അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ പൈതൃകം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം കൊടുക്കാൻ. മൈക്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും തീരുമാനിച്ചാൽ പോരാ എന്താ കൊടുക്കേണ്ടതെന്ന്. ഏത് വിഷയമാണെങ്കിലും കറക്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിക്കലാണ് ഇപ്പോഴത്തെ ആവശ്യം. ഇപ്പോഴത്തെ ആവശ്യം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കൽ. ക്രിസ്ത്യാനികൾക്ക് ധാരാളം പേർക്ക് താല്പര്യമുണ്ട്, മുസ്ലിങ്ങൾക്കും താല്പര്യമുണ്ട്, എല്ലാ വിഭാഗക്കാർക്കും താല്പര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഇതുവരെയും പറ്റിയിട്ടുള്ള അബദ്ധം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ മതപ്രഭാഷണം നടത്തുന്നവരും ഹിന്ദു ധർമ്മ പ്രഭാഷണം നടത്തുന്നവരും നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കുറെ കഥകളും കുറെ ആത്മീയതയും കുറെ കെട്ടുകഥകൾ, ഭാഗവതത്തിലെ കഥകളൊക്കെ നടന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ആൾ കരഞ്ഞുകൊണ്ടിരിക്കുക. 5 or 6 പേര് കേൾക്കാനുണ്ടാവുക, ബാക്കിയുള്ളവരൊക്കെ ഊണൊഴിക്കാനാവുമ്പോൾ വരിക. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? കറക്റ്റായിട്ടൊന്നും കിട്ടാനില്ലെങ്കിൽ എന്തിനെവിടെ വന്ന് വെറുതെ ഇരിക്കുന്നത്, സമയം കളയുന്നതെന്നല്ലേ വിചാരിക്കുക. അപ്പൊ ശരിക്കും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും. അത് നോട്ടായിട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഇതിൽ എത്ര പോയിന്റ് ആർക്കും ഓർമ്മിക്കാൻ സാധിക്കും? പറഞ്ഞ ആൾക്ക് തന്നെ എന്തൊക്കെയാ പറഞ്ഞത് ഓർമ്മിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസരത്തിൽ കേട്ടവന് ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. നല്ല രീതിയിൽ നോട്ട് പ്രിന്റ് ചെയ്തിട്ട് പ്രഭാഷണം നടത്തുന്നവർ ക്ലാസ് എടുക്കണം. നല്ല ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലൂടെ നമ്മുടെ ഹിന്ദു ധർമ്മം അഭിമാനത്തോടു കൂടി പറയണം. ശരിക്കും ആധികാരികമായിട്ട് വിമർശിക്കണമെങ്കിൽ വിമർശിക്കണം. നമ്മൾ യൂട്യൂബിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ഒരു 5-6 ക്രിസ്ത്യാനികൾ, ജോസഫ് ചാക്കോ, മാത്യു തോമസ്, ജോർജ് ഗീവർഗീസ്, ജോസഫ് തോമസ്, ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്ക് ഗോപാലകൃഷ്ണൻ വട്ടനാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, ഗോപാലകൃഷ്ണൻ മൃഗ ഡോക്ടറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയോ? ഇത്രയും കാലം ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെ മാത്രം അവഹേളിച്ച് കരിവാരി തേച്ച് മതപരിവർത്തനം നടത്തി അപകർഷത ഉണ്ടാക്കിയിരുന്നു. അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു ഉത്തരവും പറയാനില്ല. അപ്പൊ പറയുന്നത് അവഹേളിക്കലാണ് നല്ലത്. അവർക്ക് ആ അവഹേളനാത്മകമായിട്ടുള്ള വരികൾ കേട്ടെങ്കിലും ഇയാൾ നിർത്തുമല്ലോ. ഇറങ്ങി പുറപ്പെട്ടതിൽ നിന്ന് പുറകോട്ട് ഇതുവരെ പോയിട്ടില്ല. ജീവനുണ്ടെങ്കിൽ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുമാതിരിയുള്ള വ്യക്തികൾക്ക് ഉത്തരം കൊടുക്കാൻ ഹൈന്ദവ ജനതയെ തയ്യാറാക്കിപ്പിക്കൽ കൂടി പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. കാരണം ഹിന്ദുവിനെ അവഹേളിക്കാൻ അതൊരു പുറമ്പോക്ക് സ്ഥലം മാതിരി എടുത്തിട്ടാണ് പലരും വരുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ അമേരിക്കയിൽ പോയപ്പോ അവിടുത്തെ ധാരാളം യുവാക്കൾ പറയുന്നതായിരുന്നു, ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഹിന്ദുവിനെ കണ്ടാൽ വലിയ ബഹുമാനവും പേടിയുമാണ്. ബൈബിളിനെ കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ യഹോവയെ കുറിച്ചോ പള്ളിയിൽ അച്ഛന്മാരെ കുറിച്ചോ അഭയയെ കുറിച്ചോ പോട്ട ധ്യാന കേന്ദ്രത്തെ കുറിച്ചോ വല്ലതുമൊക്കെ ചോദിക്കുമോ എന്നുള്ള പേടിയാണ് ഇപ്പൊ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളെ കാണുമ്പോൾ. കാരണം ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും യൂട്യൂബ് കാണുന്നുണ്ട്. അവർക്ക് കുറെ അധികം കാര്യങ്ങൾ ഇപ്പൊ തിരിച്ചു ചോദിക്കാൻ അറിയാം. തനി കെട്ടുകഥയായിട്ടുള്ള ബൈബിള് കെട്ടുകഥയാണെന്നും അമേരിക്കയും കാനഡയും അത് ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്നും ഇപ്പൊ ഹിന്ദുക്കൾക്ക് അറിയാം. ക്രിസ്ത്യാനികൾക്ക് നല്ലോണം അറിയാം. പക്ഷെ ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് അവര് അവഹേളനാത്മകമായ രീതിയിൽ ഇപ്പൊ കുറച്ചുപേരുടെ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്ന കുറച്ചുപേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞറിയോ? നമ്മൾ SNDPയിലാണെങ്കിലും NSSലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചാൽ മാത്രം പോരാ,
പ്രതികരിക്കാനും കൂടി പഠിപ്പിക്കണം. എല്ലാ ക്രിസ്ത്യാനികളും കുഴപ്പക്കാരെന്നോ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരെന്നോ അല്ല. ധാരാളം 95% നല്ലവരാ. 5% ഹൈന്ദവ ജനതയെ അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത്. അതിനെ തിരിച്ച് അതേ നാണയത്തിൽ കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടി പ്രഭാഷകരുണ്ടാക്കണം. അത് വർഗീയമെന്ന് പറഞ്ഞാലും റാസിസ്റ്റ് എന്ന് പറഞ്ഞാലും ഏത് വാക്കുപയോഗിച്ചാലും തിരിച്ചു കൊടുക്കാൻ മടിക്കരുതെന്നു കൂടി ക്ലാസ് എടുക്കുന്നവരോടും കേൾക്കുന്നവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.